ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പ്രത ഇതേ സമയം പ്രാർത്ഥനയെ മണ്ഡപത്തിൽ കയറ്റി ഇരുത്തിയതും അവിടേക്ക് ക്ഷണിക്കപ്പെടാതെ 2 അതിഥികളെത്തി, ഉർവശിയും പാഞ്ചാലിയും. പ്രാർത്ഥന ഇത്രയും ഓർമ്മിച്ച് നിൽക്കുമ്പോഴാണ് പാൽ തിളച്ചു പൊങ്ങുന്ന ശബ്ദം അവളുടെ ചെവിയിൽ എത്തിയത്. പഴയ ഓർമ്മകളിൽ നിന്നും പുറത്തു വന്ന് സ്റ്റൗ ഓഫാക്കി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് പ്രാർത്ഥന നേരെ ഹാളിലേക്ക് പോയി. ഭഗവാനെ, എന്ത് വിധിയാണ് നീ എനിക്ക് തന്നത്? ഞാൻ ഒരു മത്സ്യനാഗിനിയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ മറ്റാർക്കും സംഭവിച്ചിട്ടുണ്ടാകില്ല. എല്ലാവരെയും എനിക്ക് നഷ്ടപ്പെട്ടു. പ്രാർത്ഥന നേരെ ഹാളിലിരിക്കുന്ന മാലയിട്ട ഋഷിയുടെയും പ്രതയുടെയും ഫോട്ടോയുടെ അടുത്തേക്ക് പോയി. അച്ഛ, അമ്മേ, ഞാൻ കാരണം നിങ്ങളെ എനിക്ക് നഷ്ടമായി. ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എൻ്റെ രുദ്രൻ, അവനും പോയി. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന അവിടെ നിന്നും പോകാനായി തുടങ്ങിയതും രഘു അങ്ങോട്ട് വന്നു. പ്രാർത്ഥന, ഞാൻ നാളെ തിരിച്ചു പോകും. മോളെയും കൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ. എനിക്ക് പേടിയാ ആ പ്രീതിയെ. പ്രീതി നാളെ എഴുന്നേൽക്കും മുമ്പ് തന്നെ ഞാൻ ഇവിടെ നിന്നും പോകണം. ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും. നീ ഇത് പ്രീതിയോട് പറയണ്ട. എൻ്റെ മനസ്സിൽ അവളോടൊരു ചെറിയ ഇഷ്ടമുണ്ട്. പക്ഷേ ഒരിക്കലും ഇനി അവളുമായി ഒത്തുപോവാൻ കഴിയില്ല. മറ്റാരും എന്നെ മനസ്സിലാക്കണ്ട. നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതേ സമയം പ്രീതി റൂമിൽ ആദിയെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ, ഇന്ദ്രനീലവും നാഗമാണിക്യവും ഇത് രണ്ടും എവിടെയാണെന്ന് അറിയില്ല. എങ്ങനെ കണ്ടെത്തും 2 അമൂല്യ നിധികളെയും? ആരുടെ കയ്യിലായിരിക്കും ഇപ്പോൾ ഈ 2 അമൂല്യ നിധികളും? ഇതേ സമയം ഇന്ദ്രനീലം കയ്യിൽ വെച്ചുകൊണ്ട് മുഖത്ത് നിറയെ മുടി നിറഞ്ഞ സ്ത്രീ പറയുന്നു. എൻ്റെ കയ്യിലാണ് ഇന്ദ്രനീലം. പ്രതയും ഋഷിയും മരിച്ചിട്ടുണ്ടാവാം, പക്ഷേ പ്രീതിയും പ്രാർത്ഥനയും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവരെ രക്ഷിച്ചേ പറ്റൂ. ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി ഇതെങ്കിലും ഞാൻ ചെയ്യണം. ഇനി നടക്കാൻ പോകുന്ന ആ യുദ്ധത്തിൽ എനിക്ക് ജയിക്കണം. പ്രതയും ഋഷിയും ആഗ്രഹിക്കുന്നതും അത് തന്നെ ആയിരിക്കും. ഇതേ സമയം ഗുഹയിലിരിക്കുന്ന ഉർവശിയും പാഞ്ചാലിയും പറയുന്നു. ഇനി നമ്മൾ കാത്തിരുന്ന ആ ദിവസത്തിന് വെറും കുറച്ചു ദൂരം കൂടി മാത്രം. ഇനി വരാൻ പോകുന്ന മഹാപൗർണമിയിൽ നമുക്ക് അവരെ 2 പേരെയും നശിപ്പിക്കണം. പ്രീതിയും പ്രാർത്ഥനയും നശിക്കുന്നതോടെ എന്റെ ഉദ്ദേശം പൂർണ്ണമാകും. ഇന്ദ്രനീലവും നാഗമാണിക്യവും ഇപ്പോൾ യഥാസ്ഥലങ്ങളിലില്ല. നാഗലോകവും മത്സ്യലോകവും അപ്പാടെ നശിച്ചും കഴിഞ്ഞു. ഇനി നാഗലോകത്തിന്റെയും മത്സ്യലോകത്തിന്റെയും നിലവിലെ അവകാശികൾ കൂടി മരിച്ചാൽ പിന്നെ നമ്മൾ വിജയിക്കും. ഏത് മത്സ്യലോകത്തിൽ നിന്നാണോ എന്നെ പണ്ട് പടിയിറക്കി വിട്ടത്, ആ വംശം മുഴുവൻ എനിക്ക് നശിച്ചു കാണണം. എന്നാൽ മാത്രമേ എന്റെ പക അടങ്ങൂ. മാത്രവുമല്ല, പ്രാർത്ഥനയെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ മോളെ ഉർവശി. നാഗലോകവും മത്സ്യലോകവും പൂർണ്ണമായും നശിക്കുമ്പോ അതിന്റെ അവകാശികളെ ആരാണോ കൊല്ലുന്നത് അവരുടെ കൈകളിലേക്ക് നാഗമാണിക്യവും ഇന്ദ്രനീലവും എത്തിച്ചേരും. ഇനി അതിന് വളരെ കുറച്ച് ദിവസം കൂടി മാത്രം. ഇതേ സമയം പ്രാർത്ഥന ഗുജറാൾ ഹൗസിൽ ഗസ്റ്റ് റൂം വൃത്തിയാക്കുന്നതിനിടയിൽ പെട്ടെന്ന് അലമാരയുടെ മുകളിൽ നിന്ന് ഒരു പുസ്തകം താഴേക്ക് വീണു.